റൈസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ചില്ലി ഗോപിയുടെ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഗോബി മഞ്ചൂരിയൻ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം മൈദ നമുക്കൊരു 65 ഗ്രാം വേണം, കോൺഫ്ലവർ 30 ഗ്രാം വേണം, സാൾട്ട് ഒരു സ്മോൾ സ്പൂൺ, പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു സ്മോൾ സ്പൂൺ, ഡാർക്ക് സോയ് സോസ് ഒരു ലാർജ് സ്പൂണിൽ 1/4 ഭാഗം മതിയാവും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെള്ളം 150 ഗ്രാം, കോളിഫ്ലവർ 200 ഗ്രാം, പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി 10 അല്ലിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാട്ടോ എടുക്കാറുള്ളത്. അത് കോമൺ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ, അതേപോലെ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടും കോൺഫ്ലവർ വേണം, വെള്ളം വേണം, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, അതേപോലെ ഡാർക്ക് സോയ് സോസ്, വിനേഗർ, ബ്ലാക്ക് പെപ്പർ, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റത്തിൽ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ബാറിൽ ഗോബി മഞ്ചൂരിയൻ സെർച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. സ്ക്രീനിലും നമുക്ക് ആ രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പങ്ങളില്ല. സിസ്റ്റത്തിലും ഇൻഗ്രീഡിയൻസ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നും നമുക്ക് ആ വെയിറ്റ് അനുസരിച്ചിട്ട് അളന്ന് എല്ലാം എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൽ സോസേജ്, അങ്ങനെയുള്ള സോസ്, ഡാർക്ക് സോയ സോസ്, അങ്ങനെയുള്ളതെല്ലാം ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്കെല്ലാം കുറച്ച് എടുത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിക്സിങ് ബാറ്റർ നമ്മൾ ശരിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം പിന്നീടത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ബോളിലേക്ക് മൈദ 65 ഗ്രാം നമുക്ക് അളന്നെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അളക്കണ സാധനമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ സ്പൂണുകളും ഉണ്ട്, വെയിറ്റ് നോക്കുന്ന ത്രാസും ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത് കാരണം കറക്റ്റ് അളവ് നമുക്ക് ഏകദേശം ഐഡിയ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് തൂക്കി നമ്മൾ എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ 65 ഗ്രാം മൈദ എടുത്തു. പിന്നെ കോൺഫ്ലവർ നമുക്കൊരു 30 ഗ്രാം വേണം. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് 0 ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്നോളും. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, ഒരു സ്മോൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു സ്മോൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡാർക്ക് സോസ്, അത് പറഞ്ഞിരിക്കുന്നത് ഒരു ലാർജ് സ്പൂണാണ്. ഞാൻ ഒരു മീഡിയം സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യാം. ഒരു സ്മോൾ സ്പൂണാണ് ഡാർക്ക് സോയ് സോസ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പേസ്റ്റ്. നമുക്ക് മേടിക്കാനും കിട്ടും. ഞാൻ അത് തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചല്ലേ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ, അത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമുക്ക് 150 ഗ്രാമാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്താൽ അത് ഒരുപാട് വേസ്റ്റായി പോകും. നമ്മുടെ കോളിഫ്ലവർ നമ്മൾ എടുത്തിരിക്കുന്ന ഒരളവ് നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് തിക്കാക്കി എടുക്കണം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാമത് ഞാൻ അളന്നെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ എത്ര ഗ്രാം എടുത്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 100 ഗ്രാമിന് താഴെ വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത്
കൊടുക്കാം. അതിനുശേഷം കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ഇപ്പോഴും കുറച്ച് വെള്ളം കൂടിപ്പോയി, ഇത്രയും വെള്ളമൊന്നും വേണ്ടതല്ല. അപ്പോൾ കോളിഫ്ലവർ അതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ആ ഒരു ബാറ്ററിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൽ നമുക്ക് ചട്ടിയിൽ അല്ലെങ്കിൽ ഇതേപോലെ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള അതിലാകുമ്പോഴത്തേക്ക് എണ്ണ കുറച്ച് കൂടുതൽ വരും. അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ കുറച്ചെടുത്തിട്ട് കുറച്ച് കോളിഫ്ലവറേ ഉള്ളൂ. അപ്പോൾ അത് സിസ്റ്റത്തിൽ പറയുന്ന പോലെ എണ്ണയൊക്കെ ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്കും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഇത്തിരി ബാറ്ററി ഇത്തിരി ലൂസായിപ്പോയി, ഇത്തിരി കൂടെ തിക്കാക്കാമായിരുന്നു. അപ്പോൾ ഈ ഒരു 2 പേർക്കുള്ള ക്വാണ്ടിറ്റി എടുക്കുമ്പോഴത്തേക്കും വെള്ളം ഒരു 80 ഗ്രാമൊക്കെ അടുത്തെടുത്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ആ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അത് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി ഒരു പീസ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഗാർലിക് 10 ക്ലൗവാണ്. ഞാൻ വലിയ വെളുത്തുള്ളി ആയത് കാരണം ഒരു 5 അല്ലി എടുത്തിട്ടുള്ളൂ. പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 50 ഗ്രാമാണ് പറഞ്ഞിരിക്കണേ. അത് ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. സാധാരണ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് എടുക്കണം. പക്ഷേ ഈ ഒരു ജാറിൽ കട്ടിങ് ഒക്കെ ഈ ജാറിൽ തന്നെ നടക്കും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്കൊക്കെ പിടിച്ചിരിക്കും. അത് നമുക്ക് ആ ഒരു നമ്മുടെ അതിൻ്റെ ഒരു കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ താഴത്തോട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ആക്കി കൊടുക്കണം. അതിനുശേഷം ഓയിൽ 2 ലാർജ് സ്പൂൺ, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ലാർജ് സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, അതേപോലെ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ഏകദേശം 3.5 മിനിറ്റ് വരും. അപ്പോൾ അത് 3.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്തൊരു ബീപ്പ് സൗണ്ട് വരും ഈ സിസ്റ്റത്തിൽ. ആ സമയത്തേക്ക് നമുക്ക് വന്നാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കോൺഫ്ലോർ വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തൊരു ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് 1 ലാർജ് സ്പൂണ് കോൺഫ്ലോർ നമ്മൾ എടുക്കണം. പിന്നെ 60 ഗ്രാം വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 60 ഗ്രാം വെള്ളത്തിന് ഞാൻ 60 ഗ്രാമൊന്നും എടുക്കില്ല, ഞാനൊരു 50 ഗ്രാം അടുത്താണ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 ഗ്രാം ആയിട്ടുണ്ട്. കറക്റ്റ് 50 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ആ 3.5 മിനിറ്റ് സമയം വേണ്ട, നമുക്കൊന്ന് ആ മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സൈഡിൽ ഇങ്ങനെ വരും അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണമെന്നുള്ളത്. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെളിഞ്ഞ് വരുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇനി ഇതിൻ്റെ സോസ്, അതായത് ഗ്രേവി മിക്സ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് റെഡ് ചില്ലി സോസ് 1 ലാർജ് സ്പൂണാണ്. ഞാനെല്ലാം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മീഡിയം സ്പൂണാണ് എടുത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസ് 1 മീഡിയം സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, അതും 1 ലാർജ് സ്പൂണാണ് പറഞ്ഞിരിക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ലാർജ് സ്പൂണ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. റെഡ് ചില്ലി സോസ് മാത്രമാണ് ഞാൻ ഒരു മീഡിയം സ്പൂണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ 1 ലാർജ് സ്പൂണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഡാർക്ക് സോയ് സോസാണ്. ഡാർക്ക് സോയ് സോസ് 1 ലാർജ് സ്പൂണിന് പകരം ഞാൻ 1 മീഡിയം സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ലാർജ് സ്പൂൺ ആയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം കുറച്ച് ആഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ അധികം അതങ്ങനെ ആഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം കുരുമുളക് പൊടി ഒരു സ്മോൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയണത് നമ്മൾ കോൺഫ്ലോർ സ്ലറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ആ ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റേജ് ഇതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സ്ക്രീനൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുക്കിംഗ് സോസാണ്. 4 മിനിറ്റും 10 സെക്കൻഡും വേണം ആ ഒരു കാര്യം പൂർത്തിയാവാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിൽ ബീപ്പ് സൗണ്ട് വരും. ആ സമയത്തേക്ക് നമുക്ക് വന്നാൽ മതി. ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട് ആ ഒരു ഫങ്ഷൻ തീരാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫങ്ഷൻ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയണം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി കുക്കിംഗ് ഗോബി മഞ്ചൂരിയൻ. അതിന് 3 മിനിറ്റും 10 സെക്കൻഡുമാണ് അതാവാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ സാധനങ്ങളൊക്കെ കടയിൽ നിന്നാണ് സ്ഥിരം മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പോൾ പാചകം അറിയാത്ത ആളുകൾക്കും ഈസി ആയിട്ട് ഇതേപോലെയുള്ള ഡിഷസൊക്കെ റെസിപ്പീസൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ കൂടുതൽ ആഡ് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ഡിഷ് റെഡിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ ഒരു ഡിഷ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഡിഷസായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക് യു.